ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നല്ല ഒരുപാട് ബ്രേക്ക് കിട്ടിയിട്ട് സിനിമയിൽ നിൽക്കാതെ പറ്റാതെ പോയ ഒരുപാട് ആക്ടേഴ്സ് നമുക്കുണ്ട്. അങ്ങനെയുള്ള ഇത്രയും ഭയങ്കര സ്റ്റിഫ് കോമ്പറ്റീഷനുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പൊ തന്നെ ഓൾറെഡി ആസിഫിന്റെ ഒരു വളരെ ബിഗ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തു. ഇതിന്റെ സീക്രട്ട് അല്ല, ഇതിന്റെ സീക്രട്ട് വേറൊന്നുമല്ല, ഞാൻ ഒരുപാട് സിനിമയിൽ ആഗ്രഹിച്ചു വന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ചാൻസ് പോലും അത് മിസ്യൂസ് ചെയ്യരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. മാക്സിമം ഡെഡിക്കേഷൻ, പിന്നെ കുറച്ചധികം ദൈവാനുഗ്രഹവും, അതാണ് ഒരു സ്പേസ് ഉണ്ടാവാൻ കാരണം. പിന്നെ ഇപ്പോൾ ഒരു ഗ്രാജുവൽ ചേഞ്ച് മലയാളത്തിൽ വരുന്നുണ്ട്. അതായത് പുതിയ ആളുകളെയും പുതിയ സബ്ജക്റ്റിനെയും വെച്ച് സിനിമകൾ ചെയ്യാനുള്ള ധൈര്യം എല്ലാവർക്കും വന്നു തുടങ്ങി. അപ്പൊ അത് ശരിക്കും നമ്മളെ പോലെയുള്ളവർക്ക് ഒരു വലിയ ഓപ്പണിംഗ് ആണത്. തമിഴിൽ ഇപ്പോൾ ഉള്ളൊരു ഒരു ആംബിയൻസ് ഉണ്ട്. അതായത് സൂപ്പർ സ്റ്റാർസ് ഉണ്ട്, ആ ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്ക് അവരുണ്ട്, വളരെ യൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂ കമേഴ്സിനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മാറ്റം മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ശരിക്കും നമ്മളെ പോലെയുള്ള ആളുകൾക്ക് വളരെ ഗുണമാണ്. ചെറുതു പോലെയുള്ള ഒരു മൂവിയിൽ ഭയങ്കരമായിട്ട് ഇപ്പോഴത്തെ IT ഇൻഡസ്ട്രിയുടെ എല്ലാ കാര്യങ്ങളും വന്ന ഒരു നല്ലൊരു പടത്തിൽ അത്രയും നല്ലൊരു ഡയറക്ടറുടെ കൂടെ ഒരു ബ്രേക്ക് കിട്ടിയിട്ട് നെക്സ്റ്റ് ടൈം പിന്നെ നമ്മൾ നോക്കുന്നത് ആസിഫിന്റെ നിന്ന് അതിനേക്കാളും മുകളിലേക്കുള്ളൊരു, പക്ഷെ അത് അങ്ങനെ തന്നെ പോയി, ഒരു സ്കെയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രാഫ് അങ്ങനെ മുകളിലേക്ക് പോയി. ഇതിനുള്ള ഒരു എന്തെങ്കിലും, അതാ ഞാൻ ചോദിച്ചത്, നോർമലി മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് എന്തായിരുന്നു ആസിഫിന്റെ ഒരു തോട്ട് പ്രോസസ്? ഡിഫറെന്റ് ആയിട്ട് ഒരു തോട്ട് പ്രോസസ് ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സിനിമകളുണ്ട്. എനിക്കൊരു ക്ലീഷേഡ് ഒരു ലവ് സ്റ്റോറി ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പം കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു. അപ്പൊ എന്തൊക്കെയോ ഒരു അനുഗ്രഹം കൊണ്ട് അത് ഒത്തുവന്നു. അപ്പൊ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. പിന്നെ ചെയ്യുന്നത് ഇപ്പൊ എന്തായാലും ഏത് ക്യാരക്ടർ ആണെങ്കിലും എനിക്ക് ഒരു ലീഡ് റോള് തന്നെ ചെയ്യണമെന്ന് ഞാൻ വാശി പിടിച്ചിട്ടില്ല. നല്ല സിനിമയിൽ നല്ല ക്യാരക്ടർ എനിക്ക് പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ള ഒരു സ്ക്രിപ്റ്റ് ആണെങ്കിലും ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. അത് 100%. അതാണ് നമ്മുടെ. അങ്ങനെ ഈ പെർഫോം ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു എന്തെങ്കിലും ഒരു ഡ്രീം ഒരു ക്യാരക്ടർ ഉണ്ടോ മനസ്സിൽ? പിന്നെ ഒരു ലിസ്റ്റ് പറയാൻ കിടക്കും. കാര്യം ഞാൻ ഒരുപാട് സിനിമകൾ കാണുന്ന ഒരാളാണ്. അപ്പോ ഇപ്പൊ ഞാൻ എന്റെ 8ാമത്തെ സിനിമ ഞാനിപ്പോ ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ഒരു ഡ്രീം റോൾ എടുത്ത് പറയാനുള്ള ഒരാളായിട്ടില്ല. പക്ഷെ എന്നാലും ഒരുപാട് നോർമലി ഞാൻ കേട്ടിട്ടുള്ളത് ആസിഫിനെ കുറിച്ച് കുഞ്ഞുനാൾ മുതലേ സിനിമ തലയ്ക്ക് പിടിച്ച് നടക്കുമായിരുന്നു. ആദ്യത്തെ പടം അഭിനയിച്ച് കഴിഞ്ഞിട്ടാണ് വീട്ടിലറിഞ്ഞത്. എല്ലാം ഭയങ്കര സ്ട്രഗിൾസ് ചെയ്യുന്ന കയറി വന്ന ഒരു ആളാണ്. ഒരിക്കലും മനസ്സിൽ അങ്ങനെ ഒരു ഡ്രീം പ്രോജക്റ്റ് പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല ഞാൻ ചോദിച്ചത്. ഫ്രം ദ ചൈൽഡ്ഹുഡ് യു ഹാവ്. അപ്പൊ അങ്ങനെയുള്ള ഒരു എന്തെങ്കിലും ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണ്? കമൽ ഹാസൻ സാറ് ഭയങ്കരമായിട്ട് ചെയ്ത ഒരു പടം തേവർ മകൻ. അദ്ദേഹം ചെയ്തിട്ടുള്ള പടത്തിൽ അങ്ങനെയുള്ള കുറെ പടങ്ങള്, അതൊക്കെ ശരിക്കും ഒരു എല്ലാ ആക്ടേഴ്സിന്റെയും ഡ്രീം ക്യാരക്ടേഴ്സ് ആണ്. പിന്നെ അന്യൻ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സിനിമ, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അങ്ങനെ എനിക്ക് ശരിക്കും ഈ ഒരു സിനിമ ഇപ്പൊ ഇത്ര ഞാൻ പറഞ്ഞ 4 സിനിമകളും മനസ്സിലാവും പെർഫോമൻസ് ഓറിയന്റഡ് ആണ് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത്. അപ്പം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഉള്ള ഒരു എന്താ പറയുക അഡ്വൈസ് എന്നുള്ള രീതിയിൽ, അതായത് എന്തായാലും ഇപ്പം ഓപ്പൺ ആണ്, ഇൻഡസ്ട്രി ഓപ്പൺ ആയി കഴിഞ്ഞു, മലയാളം ഇൻഡസ്ട്രി പുതുമുഖങ്ങൾക്കായിട്ട് വഴി മാറുകയാണ്. അഡ്വൈസ് കൊടുക്കാനുള്ള ഒരാളല്ല ഞാൻ. എന്നാലും ഞാൻ ചെയ്യുന്ന കഴിഞ്ഞാൽ നോർമലി ഇപ്പോൾ ഒരു റെമ്യൂണറേഷൻ പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫെയിം പ്രതീക്ഷിച്ചിട്ടോ നമ്മൾ സിനിമയെ കാണരുത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആ ഒരു കാര്യം അത് മാക്സിമം നന്നായിട്ട് ചെയ്യും. ഡു യുവർ ബെസ്റ്റ്. അതാണ് അതിന്റെ പുറകെ വരുന്ന ബൈ പ്രൊഡക്ട്സ് ആണ് ഇതെല്ലാം. അല്ലാതെ ആദ്യമേ ഇതിനെപ്പറ്റി എന്റെ കൂടെ വന്ന പലരോടും ഞാൻ പറഞ്ഞൊരു കാര്യമാണിത്. അങ്ങനെ നമ്മൾ വെൽ പ്ലാൻഡ് ഒന്നും അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണെന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഐഡിയ ഉണ്ടാവണം. ആ പാട്ട്